ഹായ് കൂട്ടുകാരെ, നമസ്കാരം. കൂട്ടുകാരെ, ഇന്നേ മത്തിക്കറി വെക്കുന്ന ഒരു വീഡിയോ ആണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. എന്റെയൊക്കെ കുട്ടിക്കാലത്ത് നല്ല നെയ് മത്തി കിട്ടുമ്പോഴേക്ക് എന്റെ അമ്മ തേങ്ങയൊക്കെ അരച്ച് നല്ല പച്ച മാങ്ങയൊക്കെ ഇട്ട് ഒരു കറി വെക്കും, മത്തിക്കറി. നല്ല അടിപൊളി രുചിയാണ്. ഇന്ന് കുറച്ച് മത്തി കിട്ടിയപ്പോഴേക്ക് ഞാൻ അതേപോലെ ഒന്ന് വെക്കാന്ന് വിചാരിച്ചു. ഇവിടെ വല്ലപ്പോഴൊക്കെ നല്ല മത്തി ഇവിടെ കിട്ടുള്ളൂ. മിക്കവാറും ഉപ്പൊക്കെ ഇട്ട മത്തിയാണ്. നല്ല ഉപ്പായിരിക്കും ഇവിടെ കിട്ടണ മത്തിക്ക്. ഉപ്പൊന്നും ഇല്ലാത്ത നല്ല മത്തി കിട്ടിയപ്പോഴേക്കും ഞാൻ അതേപോലെ ഒന്ന് ട്രൈ ചെയ്തു. ഞാൻ ആ വീഡിയോ ഒന്ന് ഇവിടെ കാണിക്കാൻ കേട്ടാ കൂട്ടുകാരെ. ഇതിനായിട്ട് അരമുറി തേങ്ങ എടുക്കണം. അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി വേണം. ചെറിയ ഉള്ളിയാണ് വേണ്ടത്. ഇപ്പൊ ഞാൻ എടുത്തേക്കുന്നത് സവാള, ചെറിയൊരു കഷ്ണം സവാളയാണ്. കുറച്ച് കറിവേപ്പില, 2 പച്ചമുളക് വേണം. ഇതൊക്കെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടെ നല്ലവണ്ണം അങ്ങോട്ട് അരച്ചെടുക്കണേ. അപ്പൊ പച്ചമുളക് ഒഴികെയുള്ള എല്ലാ സാധനങ്ങളും മിക്സിയുടെ ജാറിലേക്ക് ഇടാം. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് ജീരകം ചേർത്തുണ്ട്, ചെറിയ ജീരകം, നല്ല ജീരകം. പിന്നെ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ 1 ടീസ്പൂൺ മുളക് പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും കൂടിയും ചേർത്താണ് അരയ്ക്കുന്നത്. അരയ്ക്കുമ്പോ ചേർക്കണം എന്നില്ല, നേരിട്ട് മീനിലേക്ക് ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. എല്ലാം അങ്ങോട്ട് ചേർത്ത് കൊടുത്തു. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അത് നല്ല ഫൈനായിട്ട് അങ്ങോട്ട് അരച്ചങ്ങോട്ട് എടുക്കണം. പിന്നെ ഈ മത്തി ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കി റെഡിയാക്കി അങ്ങോട്ട് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ ഈ അരപ്പ് അതിലേക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ പച്ച മാങ്ങയ്ക്ക് പകരെ ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് വാളൻപുളി ഉണ്ടല്ലോ, അത് കുറച്ച് എടുത്ത് നല്ലവണ്ണം പിഴിഞ്ഞങ്ങോട്ട് എടുത്തിട്ടുണ്ട്. ഇത് അരപ്പ് അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ട് ഈ വാളൻപുളിയും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് എടുത്തു വെച്ച പച്ചമുളകും കൂടി അങ്ങോട്ട് ചേർക്കാം. ഇനി ആവശ്യത്തിന് വെള്ളം അങ്ങോട്ട് ഒഴിച്ചിട്ടെ കുറച്ച് ഉപ്പും കൂടി അങ്ങോട്ട് ചേർത്ത് നല്ലവണ്ണം ഒന്ന് ഇളക്കാം. അപ്പൊ അത് കയ്യില അല്ലെങ്കിൽ സ്പൂണൊന്നും ഇട്ട് ഇളക്കാണ്ട് അതൊന്ന് ചുറ്റിച്ചങ്ങോട്ട് എടുക്കണേ, അല്ലെങ്കിൽ മീനെല്ലാം പൊടിഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട്. ഇതെല്ലാം അങ്ങോട്ട് റെഡി ആയി കഴിയുമ്പോഴേക്കും നമുക്കിനി ആ സ്റ്റൗവിലേക്ക് ഇതെടുത്ത് അങ്ങോട്ട് വെച്ച് അടച്ച് വെച്ച് നല്ലവണ്ണം അങ്ങോട്ട് തിളപ്പിച്ച് വേവിച്ച് അങ്ങോട്ട് എടുക്കാം. അത്തേക്ക് ആകുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടുമല്ലോ. ഇത് തിളച്ച് ആ ചാറെല്ലാം അങ്ങോട്ട് കുറുകി റെഡിയായിട്ട് അങ്ങോട്ട് വരുമ്പോഴേക്കും ഉപ്പൊക്കെ നോക്കി ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോ എരിവ് വേണമെന്നുള്ളവർക്ക് കുറച്ചും കുരുമുളക് പൊടിയും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം അങ്ങോട്ട് പാകമായി വരുമ്പോഴേക്കും നമ്മുടെ അടിപൊളി മത്തിക്കറി, നല്ല പച്ചയ്ക്ക് തേങ്ങ അരച്ച മത്തിക്കറി ഇവിടെ റെഡിയാവും. ഇതേപോലെ ഒന്ന് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി, നല്ല അടിപൊളിയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാല് നിങ്ങൾ ലൈക്ക് അടിക്കാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുതേ.